റെഡ് ചുടിദാർ ഇട്ടോണ്ട് പോയി പിടിച്ചു തന്നെ. ആ സമയത്ത് എനിക്ക് വേണ്ടി എഴുതി വെച്ച കഥാപാത്രമാണ്. ദേഷ്യം വരുന്നതാണ്. ആദ്യം ആ പടം ഞാൻ അഭിനയിക്കാൻ വെച്ചിരുന്നാണ്. ഞാൻ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് ഈ പണ്ടാരത്തിനെ കൊണ്ടുപോകുന്നത്. ഞാനുണ്ടല്ലോ അവിടെ ഇരുന്നിട്ട് ഫോൺ എടുത്തിട്ട് ഈ ഫിൽമോഗ്രഫി ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു വർഷം ഓൾമോസ്റ്റ് 25-26 സിനിമകളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും വിഷു, ഓണം എന്ന പോലുള്ള ഒരുപാട് ആഘോഷങ്ങൾ സെറ്റിലൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും ഏത് ആഘോഷം വന്നാലും അത് സെറ്റിൽ അന്ന് ഒരു കുടുംബത്തെ പോലെ എല്ലാവരും കുടുംബാംഗങ്ങളെ കൂടെ കൊണ്ടുവരും ചില സന്ദർഭം. അത് പറഞ്ഞപ്പോ ശാന്തി മാമിന്റെ മുഖത്ത് അതേ ഒരു സന്തോഷം. അതൊരു ബെസ്റ്റ് മൊമെന്റ്സ് ആയിരുന്നു, ഇല്ലാന്നും പറയാൻ പറ്റില്ല. നമുക്കൊക്കെ അറിയാവോ അത് കറക്റ്റായിട്ട്. അന്ന് ആ ഒരു കുടുംബം പോലെ എന്ന് പറയുന്നത് മലയാളം സിനിമ തന്നെയായിരുന്നു. കാരണം വേറെ എവിടെയോ നമ്മൾ എത്ര ഇൻഡസ്ട്രി ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ എന്നാൽ പോലും എനിക്ക് തിരിച്ച് മലയാളത്തിൽ തന്നെ വരണം എന്ന് ആഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്ന ഈ ഒറ്റ കാരണം കൊണ്ടാണ്. കാരണം നമ്മൾ ഷൂട്ടിന് എവിടെ പോയാലും ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് കംപ്ലീറ്റ്. ഞങ്ങൾക്ക് അതാ ചോദിക്കാനുള്ളത്, നിങ്ങൾ 3 പേരും ഇതുപോലെ ഏതെങ്കിലും സെറ്റിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്, ഞാനും മുകേഷ് ഞാൻ മേനകയുടെ പ്രൊഡക്ഷനിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ, എന്റെ വിഷ്ണുലോകം. അതെ അതെ, എനിക്ക് ദേഷ്യം വരുന്നതാണ്. ആദ്യം ആ പടം ഞാൻ അഭിനയിക്കാൻ വെച്ചിരുന്നാണ്. കല്യാണത്തിന് ശേഷം ഞാൻ അഭിനയിക്കാനായിട്ട് റീ എൻട്രി കൊടുക്കാം എന്ന് പറഞ്ഞു. അതും എൻ്റെ ഫാദറിനിലേക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അഭിനയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാം പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ മൂത്ത മോള് രേവതി കുഞ്ഞാണ്, അവൾ ഞാനില്ലാതെ അവൾ ഇരിക്കുന്നില്ല. അപ്പോൾ പിന്നെ ശരി ഓക്കെ വേണ്ട എന്നാ വേണ്ട, ഞാൻ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് ഈ പണ്ടാരത്തിനെ കൊണ്ടുപോകുന്നത്. അത് എനിക്ക് വേണ്ടി എഴുതി വെച്ച. അതുകൊണ്ട് എനിക്ക് അവളോട് സ്നേഹമൊക്കെ ആണെങ്കിലും ജലസാണ്. എനിക്ക് അതന്നെ കുശുമ്പാണ്. കാരണം ഞാൻ തിരിച്ച് വരാനുള്ള സിനിമയിൽ കയറി അഭിനയിച്ചു. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു കുശും. അത് ഭർത്താവിൻ്റെ അടുത്ത് പോയി ചോദിക്കുക എന്തുകൊണ്ട് എന്നെ വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു പാവം അദ്ദേഹം എന്നെ ഒരു 4-5 ദിവസത്തേക്ക് ട്രൈ ചെയ്ത് മോളെ വിട്ടിട്ട് ഒറ്റയ്ക്ക് ഇരുത്തി നോക്കി. അവളെക്കാൾ കഷ്ടം ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ അവളില്ലാതിരിക്കുന്നില്ല, അവൾക്ക് ഞാൻ തന്നെ ചോറ് കൊടുക്കണം, ഞാൻ തന്നെ എല്ലാം. പക്ഷേ ഞാൻ പറഞ്ഞു സുരേഷ് ഏട്ടാ എനിക്ക് പറ്റില്ല, പിന്നെ നിങ്ങൾ വേറെ ഒരാളെ നോക്കിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒഴിവാക്കിയ സ്ഥലത്താണ് ഇദ്ദേഹം കയറി ഓടി വന്നത്. മനസ്സില്ല, അതാണ് സിനിമ അല്ലേ, നമ്മൾ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാന്നാണ്. ആ സമയത്ത് എനിക്ക് വേണ്ടി എഴുതി വെച്ച കഥാപാത്രമാണ് ദേവി എന്ന് മോഹൻലാലിനെ വിളിക്കുന്നതും മിണ്ടാത്തത് പെണ്ണെ എന്നൊക്കെ പറയാനുള്ള ആ ഒരു ഇന്നും ആൾക്കാര് എനിക്ക് ഇതൊന്നുമില്ല, അസുഖമില്ല, പക്ഷെ പറ്റില്ല. വിജുകുട്ടാ, മുകേഷ് ചേട്ടൻ വീണ് നിൽക്കുക. മുകേഷ് ചേട്ടൻ ആദ്യമായിട്ടാണ് സൈലന്റ് ആയി പോകുന്നത്. നല്ല അനുഭവങ്ങളും നല്ല ഓർമ്മകളുമാണ്. അപ്പൊ അത് നമ്മള് വിട്ടുകൊടുക്കണം. ഭയങ്കര കൂട്ടാട്ടോ, ചുമ്മാ ഇപ്പൊ ഇവിടെ എന്റർടൈൻമെന്റ് ആണ്. ഞാൻ ചോദിക്കണതേ, ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് 3 പേരും ഒരുമിച്ച്, ചേച്ചിയും ചേട്ടനും കൂടി ഒരുമിച്ച് ഇതുപോലെ ക്രിസ്തുമസ് അല്ലെങ്കിൽ ഓണം ഇതുപോലെ വിഷു ആഘോഷിച്ചിട്ടുണ്ടോ? അതിന് ഈ ഐറ്റം പേര് അത് ഇവിടെ വന്നു. ഞങ്ങൾ 3 പേരും ഒരുമിച്ചില്ല, 3 മുക്കിലാണ്. ഐറ്റം പേരയില് എല്ലാരും കൂടെ ചേർത്ത് ഒന്നിപ്പിച്ചു. സെറ്റിലൊക്കെ എങ്ങനെയാ? അപ്പൊ നിങ്ങൾക്ക് കണി കാണാനൊക്കെ അവിടെ പ്രൊഡക്ഷൻ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ടോ? അല്ല, കണിയെല്ലാം വീട്ടിൽ കണ്ടിട്ടാ വരുന്നത്. അല്ല മുകേഷ് ചേട്ടാ, ഈ മാനേജ് പണ്ട് എങ്ങനെയാണോ മുകേഷ് ചേട്ടാ? അല്ല, മേനകയെ പറ്റി പറയുമ്പം എൻ്റെ 3-ാമത്തെ 4-ാമത്തെ സിനിമയാണ് ഓടരുതമ്മ വാളാണ്. അപ്പം എൻ്റെ ഹീറോയിൻ അല്ല, എൻ്റെ ഹീറോയിൻ ലിസിയാണ്. ശ്രീനാഥിന്റെ വൈഫായിട്ടാണ് മേനക. അപ്പോൾ മേനക, ഞാൻ ഏറ്റവും വലിയ എനിക്കൊരു അത്ഭുതം എന്ന് പറയുന്നത്, തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഒക്കെ ഹിന്ദിയിൽ നിന്നും ഒക്കെ വന്ന നടിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. തമിഴിൽ നിന്ന് വരുന്നവർ ഒരു കുറച്ചൊക്കെ, തെലുങ്കിൽ നിന്ന് വരുന്നവരും വളരെ കുറച്ച്. പക്ഷെ നമുക്കറിയാം ഇവർ മലയാളിയല്ലെന്ന്. പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ തുടക്കം മുതൽ തന്നെ മലയാളം ഈസി ആയിട്ട് നമുക്ക് സംശയം തോന്നും, ഇത് മലയാളിയാണോ അല്ലയോ എന്ന് സംശയം തോന്നും. അത്ര ഗ്രാസ്പ് ചെയ്ത് പിടിച്ചെടുക്കാനുള്ളൊരു കഴിവും അതിനകത്തുള്ള എൻ്റെ ഒരു തീക്താനുഭവം കൂടെ ഞാൻ പറയാം. അല്ല, ഇത് ഇതും പൊക്കി തന്നെ പറയുന്നത്. അതായത് അമൃത ഹോട്ടലിലാണ് എല്ലാവരും താമസിക്കുന്നതെന്ന്. സിനിമാക്കാരെ ഒരു സ്ഥലമാണ്. അപ്പം മൊബൈൽ ഫോണില്ല. ഒരു ദിവസം റൂമിലൊരു ഫോൺ വരികയാണ്. നോക്കിയാൽ നല്ല കിളിനാദം. ഞാൻ മുകേഷിൻ്റെ ഒരു ആരാധകയാണ്, ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്, പഠിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും ഒരു ആരാധിക 3-ാമത്തെ സിനിമയാണ്. മുകേഷ് ചേട്ടാ, ഞാൻ നിങ്ങളുടെ ഒരു വലിയൊരു ആരാധികയാണ്. എനിക്ക് നിങ്ങളെ ഒന്ന് കാണാൻ പറ്റുമോ?
അത് ഇതാണ്. പറഞ്ഞോ കാണാൻ പറ്റുമോ? അതിനെന്താ കാണാമല്ലോ. പിന്നെ എപ്പോഴാണ് കാണുന്നത്? അല്ല, ഞാൻ ഇവിടെ ഒരു ഷൂട്ടിങ്ങിലാണ്. അപ്പോൾ ഷൂട്ടിങ് എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈം വന്നു കഴിഞ്ഞാൽ എവിടെ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വന്ന് കാണാം. മ്യൂസിയത്തിലാണ് അന്നൊക്കെ എവിടെ ഞാന് ബസ്സിലാ വരുന്നത്. അപ്പോൾ ബസ് സ്റ്റോപ്പില് ഞാൻ എൻ്റെ ഒരു റെഡ് കളറിലൊരു ചുരിദാർ ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അന്ന് എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ മുകേഷ്? തീർച്ചയായിട്ടും. ഒരു സ്കാർഫ് എന്തായിരിക്കും ചുരിദാറിന്റെ കൂടെ ഒരു റെഡ് ആകുമ്പോഴത്തേക്ക് ഒരു ബ്ലൂ സ്കാർഫോ? അത് എൻ്റെ അടുത്തില്ല, വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചാ. അതെല്ലാം ഞാൻ ഏറ്റ്. ഈ തരത്തില് ഞാൻ ശരിക്കും വീണതാണ്. ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അത്ര നല്ല സൗണ്ടാണ്. വരാൻ തയ്യാറായിരുന്നു കേട്ടോ, റെഡി ആയിട്ട്. അപ്പൊ ലാസ്റ്റില് ഇതൊക്കെയാണ് ദൈവം ഉണ്ടെന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഞാൻ സമയം കിട്ടുമ്പോൾ വിളിക്കാൻ ചേട്ടൻ്റെ റൂം നമ്പറും ഹോട്ടലിൻ്റെ നമ്പറും ഒക്കെ അറിയാമല്ലോ. ശരി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഡയലോഗ്, ഞാൻ മറുപടിയും വിളിക്കാം. ഒരു മലയാളി ഒരിക്കലും മറുപടിയും എന്ന് പറയത്തില്ല. പെട്ടെന്ന് എല്ലാം കൂടെ ഞാൻ പറയാം മേനക, എനിക്ക് മനസ്സിലായി, തുടക്കത്തിലേ മനസ്സിലായി. ഓ, അങ്ങനെ ഒരു മറുപടിയും എന്നുള്ളൊരു വാക്ക് മലയാളി ഉപയോഗിക്കാത്ത ഒരു വാക്ക്. എനിക്കാണെങ്കിൽ ആ സമയത്ത് ആ വാക്ക് കിട്ടുന്നില്ല, വീണ്ടും എന്നുള്ള വാക്ക് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പൊ ഞാനാണെങ്കിൽ അങ്ങനെ ഞാൻ മറുപടി വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചു. ഇല്ലെങ്കിൽ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഒരു റെഡ് ചുടിദാർ ഇട്ടോണ്ട് പോയി പിടിച്ചു തന്നെ.